കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന് രാഷ്ട്രീയ കേരളം യാത്രാമൊഴിയേകുകയാണ്. വൈകിട്ട് 5 മണിയോടെ ചൊക്ലി മേനപ്രത്തെ വീട്ടുപറമ്പിൽ സംസ്കാരം നടക്കും. തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. വിവരങ്ങൾ ആതിര കെ നൽകും. ആതിര, സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഏതൊക്കെ നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു? ലിബിഷ്, തീർച്ചയായും സംസ്കാരത്തിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് പുഷ്പനെ എത്തിച്ചിരിക്കുന്നത്. പുഷ്പന് 1994 വെടിയേറ്റ അതേ സ്ഥലത്ത് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നു. ഇവിടെ നിരവധി സഖാക്കളടക്കമുള്ളവർ ഈ പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഈ തലശ്ശേരിയിലെ ടൗൺ ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്നലെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പുഷ്പന്റെ അന്ത്യമെന്ന് പറയുന്നത്. ദീർഘനാളായി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് യൂത്ത് സെന്ററിൽ പൊതുദർശനം പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് തലശ്ശേരിയിലേക്ക് വിലാപയാത്രയായി തിരിച്ചത്. നേരത്തെ നിശ്ചയിച്ച സമയക്രമം പിന്തുടർന്ന് തന്നെയായിരുന്നു എല്ലാ ചടങ്ങുകളും നടന്നത്. രാവിലെ അല്പം വൈകിയെങ്കിലും തലശ്ശേരിയിലേക്ക് എത്താൻ അല്പം വൈകിയെങ്കിലും 12 മണിയോടുകൂടി തന്നെ തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം പൂർത്തിയാകുമെന്നാണ് അറിയിച്ചിരുന്നത്. അതേ തുടർന്ന് തന്നെ 12:10 ഏകദേശം 12:10 തന്നെ തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം അവസാനിപ്പിച്ച് ഇപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് അല്പസമയത്തിന് ശേഷം ചൊക്ലിയിലെ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ചൊക്ലിയിലേക്ക് മൃതദേഹം എത്തിക്കും. അവിടെ പൊതുദർശനമുണ്ടാകും. രാമവിലാസം സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. ഇവിടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ബാക്കി ആളുകൾക്കും ഒക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു രീതിയിൽ പൊതുദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് പാർട്ടി MV ഗോവിന്ദൻ അടക്കം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നിലവിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് അടക്കം എത്തുന്നത്. അകത്തും പുറത്തും മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ്. ഈ CPIM-നെ സംബന്ധിച്ച്, ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ജീവിതം തന്നെ സമരമാക്കി മാറ്റിവെച്ച ഒരു വിപ്ലവകാരി തന്നെയാണ്. പ്രവർത്തകർക്കൊക്കെ വലിയ തരത്തിൽ ഊർജം പകരുന്ന ഒരു ആൾ തന്നെയായിരുന്നു. ജ്വലിക്കുന്ന ഓർമ്മയായി ഇപ്പോൾ മടങ്ങുന്നത്. ഈ ചടങ്ങുകൾക്കൊക്കെ ശേഷമാണ് ഈ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. ഏകദേശം 5 മണി ഇല്ലെങ്കിൽ 5:00 തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേ തുടർന്നുള്ള രീതിയിൽ തന്നെയാണ് നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബീഷ്, ശരി ആതിര.